ഇന്ന് നമ്മളെ ലോങ് ഫ്രഞ്ച് നോട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റിച്ചാട്ടോ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു ഫ്രഞ്ച് നോട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ? ഏകദേശം അതുപോലൊക്കെ തന്നെ, ഏകദേശം നല്ല അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് കുറച്ച് ലെങ്ത്തിലെടുത്ത് ചെയ്യുന്നു. അതായത് ഇപ്പം ചെയ്യാൻ പോകുന്ന സ്റ്റിച്ച് നമ്മൾ കുറച്ച് ലെങ്ത്തിലെടുത്ത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്ന സ്റ്റിച്ചില്ലേ, ഇത് ഫ്രഞ്ച് നോട്ട് തന്നെയാണ് കേട്ടോ. അപ്പം അല്ല അതെന്നാണെന്നറിയോ, നീ എൻ്റെ വീഡിയോസ് ഒന്നും മുമ്പ് നേരത്തെ കണ്ടിട്ടില്ലാത്തവരാണ് പെട്ടെന്ന് ഫ്രഞ്ച് നോട്ടെന്നൊക്കെ കേൾക്കുമ്പോഴേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ചെയ്താലോ ആ സ്റ്റിച്ച്? ഇത് കണ്ടോ, എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ അടിയിൽ നിന്ന് സൂചി കുത്തിയെടുത്തു. എന്നിട്ട് ഇത് കണ്ടോ, നമ്മൾ ആ നീഡിൽ ഈ ത്രെഡില്ലേ 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുത്തിട്ട് കുറച്ച് മേളിലോട്ട് നേരെ കുറച്ച് കണ്ടോ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ആ മേളിലോട്ട് ആ സൂചി ഇങ്ങനെ കുത്തിയെടുക്കുക. ഇത് കണ്ടോ, ഇതിനാണ് നമ്മൾ ഇത്രയേ ഉള്ളൂ. ഇതിനാണ് നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്നത്. ഫ്രഞ്ച് നോട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഇത് കണ്ടോ, വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് സ്റ്റിച്ചുകൾ രണ്ട് സെയിമാണ്. ആ ചെയ്യുന്നതിനകത്ത് ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നു എന്ന് മാത്രമേ ഉള്ളേ. ഈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഒരുപാട് നല്ല ഡിസൈൻസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ സ്റ്റിച്ച് ഉപയോഗിച്ച് തന്നെ ഇതിനകത്ത് സീക്വൻസ് വരുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുമേ. അതൊന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല ആ വീഡിയോയൊന്നും. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാവേ. അതും വലിയ സംഭവമൊന്നും അല്ലെന്നേ, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് നോക്കേ, നമുക്ക് പറ്റും, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഇതാണ്ടേ ഇതുപോലെ ചെയ്തെടുത്താൽ മാത്രം മതിയേ.